ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഇന്നലെ നോക്കിയിരുന്നത് എന്തായിരുന്നു? പി വി റേഷ്യോ. കോസ്റ്റിംഗിലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? പി വി റേഷ്യോ. അത് നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസും പി വൈ ക്യു എല്ലാം നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റിനെ കുറിച്ചാണ്. അപ്പം ഇന്നലത്തെ ക്ലാസ് കാണാത്തവര് അത് കണ്ടതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് കാണാവുള്ളൂ. കാരണം പി വി റേഷ്യോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? നമ്മൾ ആദ്യം പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണെന്നാണ്. ബ്രേക്ക് ഇവൻ മീൻസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ് വെർ ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ബ്രേക്ക് ഇവൻ എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ്. ഒരു പർട്ടിക്കുലർ പോയിന്റില് അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ ഓർ സെയിലില് നോ പ്രോഫിറ്റ് ഓർ ഓർ നോ ലോസ്. അതായത് അവിടെ പ്രോഫിറ്റും ഉണ്ടാകില്ല, ലോസും ഉണ്ടാകില്ല. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ ആണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ വെർ ടോട്ടൽ കോസ്റ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അവിടെ എന്താണ് നമുക്ക് എപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? നമ്മൾ ചെലവാക്കിയ കോസ്റ്റിനേക്കാൾ അധികമായിട്ട് നമുക്ക് റവന്യൂ വരുമ്പോൾ നമുക്ക് എന്ത് വരും? പ്രോഫിറ്റ് വരും. ഇനി നമ്മൾ ചെലവാക്കിയ കോസ്റ്റിനേക്കാൾ കുറവാണ് നമ്മുടെ റവന്യൂ എങ്കിൽ നമുക്ക് ലോസ് വരും. പക്ഷേ ബ്രേക്ക് ഇവനിൽ എന്താണ്? അവിടെ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. കാരണം എന്താണ്? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്ന് പറയാം. കോസ്റ്റും റവന്യൂ ഈക്വൽ ആകുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ബ്രേക്ക് ഇവനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട്, ഈ ചാർട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഏകദേശം ഐഡിയകൾ കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ആദ്യം ഇത് നോക്ക്, ഫിക്സഡ് കോസ്റ്റ് എന്താന്ന് പറയാം. നോക്ക്, ഈ ഫിക്സഡ് കോസ്റ്റിന്റെ ഇത് കണ്ടോ? ഈ ലൈൻ ഇങ്ങനെയല്ലേ പോകുന്നത്? കാരണം എന്താ? ഈ കോസ്റ്റിങ്ങില് നമുക്ക് കോസ്റ്റിനെ രണ്ടായിട്ട് തിരിക്കാം അല്ലെ? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് പേര് പോലെ തന്നെ ഫിക്സഡ് ആയിരിക്കും. കാരണം അവിടെ പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും ആ കോസ്റ്റ് അവിടെ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബിൽഡിംഗ് റെന്റിൽ എടുത്തിട്ടാണ് നമ്മൾ അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. സപ്പോസ് ഒരു മാസം നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല, ഒന്നും നടത്തിയില്ല. ഒന്നും നടത്തിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ആ മാസം അവിടെ റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ ആ റെന്റ് കൊടുക്കണം. ഇനി അടുത്ത മാസം നമ്മളൊരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ റെന്റ് കൊടുക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. നമ്മൾ എത്രയാണോ അതിന്റെ റെന്റ് അത് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞുള്ള മാസം നമ്മളൊരു 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ റെന്റ് കൊടുക്കണോ? ഇല്ല. നമ്മളുടെ റെന്റ് എത്രയാണോ അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അല്ലേ? അത് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ബിസിനസ് അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി ഇൻകേർഡ് ആകും അല്ലേ? അവിടെ പ്രൊഡക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ്. നോക്ക്, ഈ സീറോയിൽ തന്നെ ഫിക്സഡ് കോസ്റ്റ് എവിടെ എത്തിയിരിക്കുന്നു? ഇവിടെ എത്തിയിരിക്കുന്നു. അതിങ്ങനെ കോൺസ്റ്റന്റ് ആണ്. നോക്ക്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇനി നമ്മൾ നോക്കുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ ലൈനാണ്. നോക്കണേ, എന്തുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് ഇവിടെ തുടങ്ങുന്നത്? നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഫിക്സഡും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതനുസരിച്ച് വരുന്ന കോസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം അല്ലേ? അപ്പം ആ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ആ റോ മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന റോ മെറ്റീരിയൽ നമുക്ക് വേണം. ആ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്രയും യൂണിറ്റ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളൂ. ഇനി പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് വരുന്ന കോസ്റ്റ് ആണ്. അപ്പം ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ, അതുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഈ ഫിക്സഡ് കോസ്റ്റിന്റെ ഇവിടുന്ന് തുടങ്ങും. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് മുകളിലേക്ക് പോകുന്നു. കാരണം എന്താ? ഈ പോർഷൻ എന്താ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പോർഷൻ എന്താ? വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ പോകുന്നത്. ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ കൂടുമോ? ഇല്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ടോട്ടൽ സെയിൽസ്. അത് നമുക്കറിയാലോ. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് സെയിൽസ് വരുള്ളൂ. കണ്ടോ, ഓരോ യൂണിറ്റ് ഇവിടുന്ന് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കും തോറും നമുക്ക് സെയിൽസ് എന്താകും? കൂടി 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 വരും. ഓക്കെ അല്ലേ?
ഇനി ഇത് കണ്ടോ, ഇനി നോക്കേണ്ടത് ഈ പോയിന്റ് ഇതെന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ്. അതായത് അവിടെ പ്രോഫിറ്റോ ലോസോ ഉണ്ടായിരിക്കില്ല, അല്ലേ? കാരണം എന്താ? ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ഇതാ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റും റവന്യൂ അവിടെ ഈക്വൽ ആണ്, അവിടെ പ്രോഫിറ്റോ ലോസോ ഇല്ല. അതുകൊണ്ട് അത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയും. സപ്പോസ് നമ്മൾ താഴേക്ക് നോക്കിയേ, ഇവിടുന്ന് സെയിൽ ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് കോസ്റ്റ് ഇങ്ങനെ പോകുന്നു. അപ്പൊ ആരാ മുകളിൽ നിൽക്കുന്നത്? കോസ്റ്റ് അല്ലേ? അതിനർത്ഥം ഈ പോർഷൻ എന്താണ്? ലോസ് ആണ്, അല്ലേ? കാരണം സെയിൽസ് വാല്യൂവിനേക്കാളും കൂടുതൽ നമുക്ക് റവന്യൂവിനേക്കാളും കൂടുതൽ ഇവിടെ കോസ്റ്റ് ആണ് വരുന്നത്. ഇനി ആ ബ്രേക്ക് ഇവൻ കഴിഞ്ഞു കഴിയുമ്പോൾ നോക്ക്, കോസ്റ്റ് കുറഞ്ഞു പോകുന്നു, സെയിൽസ് കൂടുന്നു, അല്ലേ? സെയിൽസ് കൂടുന്നു. അപ്പൊ ആ ബി പോർഷൻ എന്താണ്? പ്രോഫിറ്റ്. ബ്രേക്ക് ഇവന്റെ അപ്പുറം ഇപ്പുറം നോക്കാൻ ഇവിടെ ലോസ്, ഇവിടെ പ്രോഫിറ്റ്. ഈ ബ്രേക്ക് ഇവനിലോ നോ പ്രോഫിറ്റ് നോ ലോസ്. ഓക്കെ അല്ലേ? ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ അപ്പുറം നോക്കിയാൽ മതി. ടോട്ടൽ കോസ്റ്റിനെ കട്ട് ചെയ്ത് ടോട്ടൽ സെയിൽസ് പോകില്ലേ? ഇതാ ഇങ്ങനെ ഇങ്ങനെ ടോട്ടൽ സെയിൽസ് പോകുന്നു. ഇനി ബ്രേക്ക് ഇവൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കോസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ വരുന്ന ഒരു ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. This is an angle formed at the intersection point of total sales line and total cost line in a formal break-even chart. ഒരു break-even ചാർട്ടിനെ ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റിനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ആണ്. അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. If the angle is larger, the rate of growth of profit is higher. അതായത് ഇത് സെയിൽ അല്ലേ? ഇത് ഇച്ചിരി കൂടെ ഇങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ കൂടില്ലേ? അതായത് ഈ സെയിൽ പോർഷൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ കൂടും. ആംഗിൾ ലാർജർ ആണ്, അതിന്റെ അർത്ഥം എന്താ? ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രോഫിറ്റ് ഇസ് ഹയർ. അതായത് കൂടുതൽ എമൗണ്ട് സെയിൽസ്, അതായത് കൂടുതൽ സെയിൽസ് ഇതാകുന്നു, പ്രോഫിറ്റ് കൂടുന്നു. ഇഫ് ദ ആംഗിൾ ഈസ് ലോവർ, ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രോഫിറ്റ് ഇസ് ലോവർ. അതായത് ഈ സെയിൽസ് നമ്മൾ ഇങ്ങനെ പോയ സെയിൽസ് തൽക്കാലം ഇങ്ങനെ ഇത് താഴെ കൂടി ഇത്രയും പോവാ, അപ്പൊ അവിടുത്തെ ആംഗിൾ കുറഞ്ഞായില്ലേ? അതിന്റെ അർത്ഥം എന്താ? ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രോഫിറ്റ് ഈസ് ലോവർ എന്നാണ് പറയുന്നത്. ഇനി CVP അനാലിസിസ് ഓർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഈ CVP ന്റെ ഫുൾ ഫോം നോക്കണം കേട്ടോ. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഓർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. ഇവിടെ എന്താ നമ്മൾ നോക്കുന്നത്? കോസ്റ്റും വോളിയം ആൻഡ് പ്രോഫിറ്റിന്റെ ആ റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതാണ് എന്ത്? CVP അനാലിസിസ് ഓർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. നമ്മൾ കണ്ടില്ലായിരുന്നോ? നമ്മൾ ആ ചാർട്ടിൽ നോക്കിയില്ലേ? അവിടെ എന്തൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്? പ്രോഫിറ്റ്, അതായത് സെയിൽസ് എന്ന് പറയുന്നത് സെയില് കോസ്റ്റ് കട്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ പ്രോഫിറ്റ് നമ്മൾ കാണില്ലേ? അതേപോലെ കോസ്റ്റ് വോളിയം ഇത് തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്നതാണ് CVP അനാലിസിസ് ഓർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഇറ്റ് ഇസ് എ വൈറ്റ് ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കോസ്റ്റ് ആൻഡ് സെയിൽസ് വോളിയം അഫക്ട് പ്രോഫിറ്റ് and to find the minimum sales required to avoid loss. അതായത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് ആൻഡ് സെയിൽസ് വോളിയം, നമ്മുടെ പ്രോഫിറ്റിനെ കോസ്റ്റ് ആൻഡ് സെയിൽസ് വോളിയം അഫക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മിനിമം സെയിൽസ് എത്ര നമുക്ക് വേണം, എന്തിന്? നമുക്ക് ലോസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എത്ര മിനിമം സെയില് ചെയ്യണം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏത് വഴി? CVP അനാലിസിസ്. കാരണം ബ്രേക്ക് ഇവൻ കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നത് എന്താണ്? പിന്നെ നമുക്ക് ലോസ് ഉണ്ടോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബ്രേക്ക് ഇവൻ ചാർട്ട് വെച്ചിട്ട്. ഓക്കെ, ബ്രേക്ക് ഇവൻ അനാലിസിസിലൂടെ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. There is no change in BP even if there is increase or decrease in number of units. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഇല്ലേ, അത് കൂടിയാലും കുറഞ്ഞാലും ബ്രേക്ക് ഇവന് ഒരു ചേഞ്ചും വരികയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ചാർട്ട് ഒന്ന് ഇവിടെ നമുക്കൊന്ന് വരച്ചു നോക്കാവേ, കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇവിടുന്ന് നമുക്ക് എന്ത് വരും? സെയില് പോകും, ഇത് ഫിക്സഡ് കോസ്റ്റ്, ഇതെന്താകുന്നു? ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് കേട്ടോ. ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. കാരണം എന്താണ്? ഇവിടെ കോസ്റ്റും ഈ ആരായിരുന്നു റവന്യൂ ഒക്കെ ഈക്വൽ ആണ്. ഈ പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇത് മൊത്തം പോവാണല്ലോ. ഓക്കെ, ഇനി നമ്മള് ഇവിടെ എത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താലും
കണ്ടോ ഇവിടെ നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും കൂടിയാലും ഈ ബ്രേക്ക് ഇവൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടുന്ന് ഇതാ ഇതിന് ശേഷം ഇങ്ങനെ കൂടിക്കൂടി പോവാ. എന്നിട്ട് വെച്ച് ബ്രേക്ക് ഇവൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇനി അത്രയും പ്രൊഡക്ഷൻ പോയില്ല എന്നോർക്ക്. ബ്രേക്ക് ഇവന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇതാണ് പറയുന്നത് there is no change in break even point even if there is increase or decrease in number of units. ഇനി അടുത്തത് if selling price is increased then BEP decreases. If selling price is decreased then BEP increases. Selling price increase ചെയ്താൽ എന്താ പറ്റുക നോക്കണേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് സെയിൽസ് പോയിരിക്കുന്നത് അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരില്ലേ? ഇതാ ഇങ്ങനെ പോയിരിക്കുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ബ്രേക്ക് ഇവൻ എവിടെ വരും? ദേ ഈ പാർട്ടിൽ വരും അല്ലേ? അതാണ് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ BEP ഡിക്രീസ് ചെയ്യും. അതേപോലെ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ BEP ഇൻക്രീസ് ചെയ്യും. അതായത് ഇങ്ങനെ പോകുന്നത് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ BEP ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും. അത് ഓർത്താൽ മതി കേട്ടോ. അതായത് അല്ലെങ്കിൽ റവന്യൂ കൂടുമ്പോൾ BEP കുറയും, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് there is an inverse relationship between selling price and BEP. ഇനി if there is change in variable cost then BEP also changes. If variable cost is decreased then BEP also decreases. If variable cost is increased then BEP also increases. അല്ലേ? വേരിയബിൾ കോസ്റ്റ് എന്താ പറഞ്ഞത്? കൂടുകയാണെങ്കിൽ BEP എന്താകും? BEP കൂടും എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം ഇവിടെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഏതായിരുന്നു? ഇതല്ലേ? ഇത് കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാല് ദാ ഇങ്ങനെ കൂടിപ്പോയി ഇവർ ഇവിടെയെങ്ങാനും വെച്ചാണ് ഇന്റർസെക്ട് ചെയ്യുക സെയിൽസിനെ അല്ലെ? സെയിലും കോസ്റ്റും ഈക്വൽ ആകുന്ന ആ പോയിന്റ് അല്ലേ ബ്രേക്ക് ഇവന്? അപ്പൊ ആലോചിച്ച് നോക്കിയേ, ബ്രേക്ക് ഇവൻ എവിടെയാ വരുന്നത്? ഇവിടെ അല്ലേ? വേരിയബിൾ കോസ്റ്റ് കൂടുമ്പോൾ എന്ത് വരുന്നു? BEP കൂടുന്നു. അതേപോലെ ഈ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ സെയിലിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവില്ലേ? അപ്പം വേരിയബിൾ കോസ്റ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? BEP ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. BEP കുറയും. ഓക്കെ അല്ലേ? അതായത് കോസ്റ്റ് കൂടിയാൽ BEP കൂടും, കോസ്റ്റ് കുറഞ്ഞാൽ BEP കുറയും. There is a direct relationship between variable cost and BEP. ഇനി if fixed cost is increased then BEP also increases. If fixed cost is decreases then BEP also decreases. ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? BEP ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? BEP ഡിക്രീസ് ചെയ്യും. There is a direct relationship between fixed cost and BEP. ഓർത്തിരിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് അല്ലേ? അതായത് കോസ്റ്റുകൾ കൂടുമ്പോൾ BEP കൂടും, കോസ്റ്റുകൾ കുറയുമ്പോൾ BEP കുറയും. ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? റവന്യൂ. സെയിൽസ് എന്ന് വെച്ചാൽ റവന്യൂ അല്ലേ? സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ BEP കുറയും. കണ്ടോ? റവന്യൂ BEP തമ്മിലുള്ള വ്യത്യാസം, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ. ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും BEPക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇത്രയും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ BEP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. BEP in യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ നമ്മൾ എവിടെ പഠിച്ചായിരുന്നു? ഇന്നലത്തെ PV റേഷ്യോന്റെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു കോൺട്രിബ്യൂഷൻ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പൊ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ. അപ്പൊ BEP in യൂണിറ്റ് കാണണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ. ഇനി ആ പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു എന്താണ്? BEP പോയിന്റില് എന്തായിരുന്നു? നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് അല്ലേ? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റിലേക്കും പ്രോഫിറ്റിലേക്കും ഉള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ് അല്ലേ? അതായത് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. BEPയിൽ പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഈ പോയിന്റ് ഓർത്തിരിക്കണം. ഇൻ BEP പോയിന്റ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഇനി BEP ഇൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. PV റേഷ്യോ എങ്ങനെയായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻടു 100. ഓക്കെ അല്ലേ? ഇനി BEP ഇൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേറൊരു വഴി എന്താ? BEP ഇൻ യൂണിറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂണിറ്റ് തന്നിട്ടുണ്ട്. യൂണിറ്റ് ഇൻടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്.
ബി പി യൂണിറ്റ് എത്രയാണ് ആലോചിച്ച് നോക്കുക, 100 ആണെന്ന് ഓർക്കുക. സെല്ലിംഗ് പ്രൈസ് 10, അങ്ങനെയാണെങ്കിൽ ബി പി ഇൻ വാല്യൂ എന്താണ്, 100 ഇൻറ്റു 10 1000. ഓക്കെ, 100 യൂണിറ്റ് ഇൻറ്റു ₹10. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ വാല്യൂ 1000. ഇങ്ങനെയാണ് നമ്മൾ ബി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 1,50,000. വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് 80%. സെല്ലിംഗ് പ്രൈസ് ₹10. കാൽക്കുലേറ്റ് ബി പി ഇൻ യൂണിറ്റ്, പിന്നെ ബി പി ഇൻ വാല്യൂ. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ആണ്. ബി പി ഇൻ വാല്യൂന് ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറയും കേട്ടോ, അതാണ് ബി എസ്. ബ്രേക്ക് ഇവൻ സെയിൽസ് ഓർ ബി പി ഇൻ വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞില്ലേ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. നോക്ക്, 1,50,000 ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, പി വി റേഷ്യോ 20%. അതെങ്ങനെയായിരുന്നു നമുക്ക് കിട്ടുന്നേ, ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു സെയിൽസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, സെയിൽസിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ 80% ആണെങ്കിൽ ബാക്കിയുള്ളതായിരിക്കും എന്ത്, പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓർക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ അല്ലേ, ആ രണ്ട് ഫാക്ടറാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ സെയിൽ 100 ആണെങ്കിൽ 80% വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ബാക്കി 20% എന്താണ്, കോൺട്രിബ്യൂഷൻ. ഈ പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രിബ്യൂഷൻ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സാധനമാണ്. ഈ വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ്, വേരിയബിൾ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിൽസിന്റെ 80% വേരിയബിൾ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 20% എന്തായിരിക്കും, പി വി റേഷ്യോ ആയിരിക്കും അല്ലെ, കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ 20% എന്താണ്, പി വി റേഷ്യോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ബി പി ഇൻ വാല്യൂ കിട്ടിയിരിക്കുന്നു. ഇനി ബി പി ഇൻ യൂണിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ ആലോചിച്ച് നോക്കണം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്ര, 10 എന്ന് തന്നിട്ടുണ്ട്. ഈ 10ന്റെ 80% വേരിയബിൾ കോസ്റ്റ്. 10ന്റെ 80% എന്ന് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, 8. അതായത് ഐസിക്വൽ ടു 2 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, എത്രയായിരുന്നു, ഈ എമൗണ്ട്. ഇത് നോക്കണം, ഇത് യൂണിറ്റ് ആണ്, ഓർക്കണം, ഇത് വാല്യൂ ആണ്, ഇത് യൂണിറ്റ് ആണ്. 75,000 യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ബി പി കണ്ടുപിടിക്കാൻ 2 വഴിയുണ്ടെന്ന്, ബി പി യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഈ 75,000 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 7,50,000 കിട്ടുന്നത്. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഈ റേഷ്യോ ഇല്ല, ഈ ഇക്വേഷൻസുകൾ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാവേ. ആദ്യത്തെ ക്വസ്റ്റ്യന് 108/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബി പി occurs at the intersection of A total cost line and sales line, B fixed cost line and variable cost line, C fixed cost line and sales line, D variable cost line and sales line. എന്താ പറഞ്ഞിരിക്കുന്നത്, ബി പി എപ്പോഴാണ് ഒക്വയർ ചെയ്യുന്നത്, ഏത് തമ്മിലുള്ള ഇന്റർസെക്ഷനിലാണ് ബി പി ഒക്വയർ ചെയ്യുന്നത്, ആലോചിച്ച് നോക്കണം. ഇതല്ലേ നമ്മുടെ ബി പി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ എപ്പോഴാണ് ഒക്വയർ ചെയ്യുന്നത്, ഏത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സമയത്താണ് ബി പി വരുന്നത്. ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ അല്ലേ. ഓപ്ഷൻ എ അല്ലേ ഉത്തരം. ഒരു മിനിറ്റ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ, ടോട്ടൽ കോസ്റ്റും സെയിൽസും കട്ട് ചെയ്യുന്നിടത്താണ് നമുക്ക് എന്ത് വരുന്നത്, ബ്രേക്ക് ഇവൻ പോയിന്റ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ക്വസ്റ്റ്യൻ പേപ്പർ 53/2023 Which of the following is not a factor that affects the break-even point of a product or services? A. Number of units sold, B. Selling price per unit, C. Fixed cost, D. Variable cost. എന്താ ഉത്തരം? ഇത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഏതാണ്, എ ആണ് ഉത്തരം. എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ബ്രേക്ക് ഇവൻ പോയിന്റിനെ അഫക്ട് ചെയ്യാത്ത ഫാക്ടർ. നമ്മൾ പറഞ്ഞിരുന്നു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും ഇല്ലെങ്കിലും ബ്രേക്ക് ഇവൻ പോയിന്റിന് ഒരു മാറ്റവും വരില്ല എന്ന്. പക്ഷെ സെല്ലിംഗ് പ്രൈസ് കൂടിയാൽ എന്ത് ചെയ്യും, ബ്രേക്ക് ഇവൻ പോയിന്റ് കുറയും. സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും അല്ലേ. സെയിൽസും ബ്രേക്ക് ഇവനും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പും. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് കൂടിയാൽ ബ്രേക്ക് ഇവൻ കൂടും, കുറഞ്ഞാൽ ബ്രേക്ക് ഇവൻ കുറയും. അവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ. അപ്പൊ അഫക്ട് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്, എ. നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ക്വസ്റ്റ്യൻ നമ്പർ 99/24 ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ്. ബ്രേക്ക് ഇവൻ ചാർട്ട് ഇസ് എ ഗ്രാഫിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ വോളിയം, ബി കോസ്റ്റ്, സി പ്രോഫിറ്റ്, ഡി ഓൾ ഓഫ് ദി എബവ്. ഏതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? നമ്മൾ CVP അനാലിസിസ് എന്ന് പറഞ്ഞു അല്ലേ? CVP എന്തായിരുന്നു? CVP കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 175/24 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? എ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ബ്രേക്ക് ഇവൻ പോയിന്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. അടുത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ദി ആംഗിൾ ഫോംഡ് അറ്റ് ദി ബ്രേക്ക് ഇവൻ പോയിന്റ് വിച്ച് ദ സെയിൽസ് ലൈൻ കട്ട് ദി കോസ്റ്റ് ലൈൻ. നമ്മൾ എന്തായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് എപ്പോ വരുന്ന ആംഗിളാ? സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇതും കറക്റ്റ് അല്ലേ? അടുത്തത് ബ്രേക്ക് ഇവൻ ചാർട്ട് ഇസ് ദ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. അതാ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ബ്രേക്ക് ഇവൻ ചാർട്ട് എന്താ കാണിക്കുന്നത്? കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ബ്രേക്ക് ഇവൻ ചാർട്ട്. ഡി ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും ഉത്തരം? നമുക്ക് മനസ്സിലായില്ലേ? ഏതാ? ഓൾ ഓഫ് ദിസ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ BEP is worked at A fixed cost plus PV ratio, B fixed cost plus selling price, C fixed cost divided by contribution per unit, D fixed cost divided by variable cost per unit. നമ്മൾ എങ്ങനെയായിരുന്നു BEP കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കേട്ടോ ഉത്തരം. ഈ ക്വസ്റ്റ്യൻ 120/2016 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ 124/2014 ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് വോളിയം ആൻഡ് ദ മാർജിനൽ കോസ്റ്റ് സെയിൽസ് ഈസ് കോൾഡ്. ഇത് ശരിക്കും PV റേഷ്യോന്റെ PYQ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിൽസ് വോളിയവും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? ബി കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. 14 ബി കോൺട്രിബ്യൂഷൻ. ഇനി പറഞ്ഞുതരാം. കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഈ വേരിയബിൾ കോസ്റ്റിന് വേറൊരു രീതിയിൽ പറയുന്നതാണ് മാർജിനൽ കോസ്റ്റ്. അപ്പം സെയിൽസിനോട് സെയിൽസ് വോളിയവും മാർജിനൽ കോസ്റ്റ് സെയിൽസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 131/2015 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. If the fixed cost is rupees 20,000 and profit volume PV ratio is 50%, the break even will be. എന്താണ്? നമ്മളിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ എ. നോക്കാം. ബ്രേക്ക് ഇവൻ എത്രയാണെന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചു ബ്രേക്ക് ഇവന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് നേരെ ഇങ്ങോട്ട് എഴുതുക അല്ലേ? 20,000 ഡിവൈഡ് ബൈ 50% അല്ലേ? അതിന് 0.50 അല്ലേ? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 40,000 ഉത്തരം വരും. കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 131/2015 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ പറയട്ടെ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ക്യാൻ ഇംപ്രൂവ് ബ്രേക്ക് ഇവൻ പോയിന്റ്? A increase in variable cost, B increase in sales price, C increase in fixed cost, D increase in sales volume. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നത് ഏത് കൂടിയാൽ ആണ് എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും അല്ലേ? ഓക്കെ. ഇനി ഇൻക്രീസ് ഇൻ സെയിൽസ് പ്രൈസ് അല്ല പോട്ടെ, ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പറയുന്നത് പോലെ തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് കൂടിയാൽ എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും. ഓക്കെ അല്ലേ? ഇനി ഇൻക്രീസ് ഇൻ സെയിൽസ് പ്രൈസ് കൂടിയാൽ എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് കുറയും. ഓക്കെ, അപ്പം ഏതാണ് ഉത്തരം? ബ്രേക്ക് ഇവന്റ് എപ്പോഴാണ് കുറയുന്നത്? സെയിൽസ് പ്രൈസ് കൂടി കഴിയുമ്പോഴാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അവര് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇനി സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്ത എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. അടുത്ത ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇസ് ട്രൂ അറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ്? ബ്രേക്ക് ഇവൻ പോയിന്റിലെ ട്രൂ ആയിട്ടുള്ള കാര്യം എന്താണ്?
ടോട്ടൽ സെയിൽസ് റവന്യൂ ഇസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് ആണോ? അല്ല. ടോട്ടൽ കോസ്റ്റ് റവന്യൂ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇനി പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. BEP യിൽ പ്രോഫിറ്റ് തന്നെ ഉണ്ടോ? ഇല്ല. സെയിൽസ് റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതായത് സെയിൽസ് റവന്യൂ എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ആണ്. ആണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താണ് ശരി? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക് ഇവൻ പോയിന്റിൽ എന്താണ് കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 58/2016 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. At break-even point, contribution will be equal to A fixed cost, B variable cost, C profit, D semi-variable cost. ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ? ഏതിനോടാണ് ബ്രേക്ക് ഇവൻ പോയിന്റിൽ കോൺട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ടു ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ BEP നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കണം, പഠിക്കണം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? BEP അല്ലേ? അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂമറിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇന്നലെ നമ്മൾ PV റേഷ്യോ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഇന്നലത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഇന്ന് ഇത് കാണാവുള്ളൂ കേട്ടോ. അതോടൊപ്പം നമ്മൾ ഈ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം പഠിക്കുമ്പോൾ നമ്മളത് കേട്ടിരുന്നാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് എക്സാമിന് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് അല്ലേ എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇനി നാളെ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.